ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കരുവാക്കി ഏറ്റവും മിനിമം 2-3 പേരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇല്ലാതെ സംഭവിക്കില്ല. ഈ ചെമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമദേവതയെ ദ്രോഹിക്കാറില്ല, അല്ലെങ്കിൽ അവരുടെ ഗ്രാമദേവതയുടെ സാധനങ്ങളുടെ പൊട്ടിക്കാറില്ല. ആ മര്യാദയും മാന്യതയും പോലും ഇവർ കാണിക്കാറില്ല. അപ്പൊ ആരെങ്കിലും ഒരാളുടെ സ്വത്തടിച്ചു മാറ്റുന്നത് വീഴ്ചയാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. 3-4 ദിവസത്തിന് മുമ്പ് വരെ ആരെങ്കിലും ചിന്തിച്ചോ യഥാർത്ഥത്തിൽ ഒരു മോഷണം നടന്നു വന്നു? ഇതിന്റെ സീരിയസ്നെസ് എന്താ അറിയാമോ? ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ ശബരിമല തന്ത്രിയുടെ വീട്ടിൽ പോലും കൊണ്ടുപോകാൻ പാടില്ല. പിന്നാണ് ഉണ്ണികൃഷ്ണൻ പറ്റി തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. ഇത് കാരണം CPM-ന് 3-ാം ഭരണം പോകാൻ പോലും ചാൻസ് ഉണ്ട്. ശബരിമല അയ്യപ്പിന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ, ഒറ്റയ്ക്ക് മോട്ടിക്കാൻ നിൽക്കുന്നവര് എന്ത് ചെയിൻ ഓഫ് കസ്റ്റഡിയാണ്? ദേവസ്വം മോട്ടിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഈ ദേവസ്വം ബോർഡിലെ ആൾക്കാർ സ്വന്തം ലാഭത്തിന് വേണ്ടി, മോഷണത്തിന് വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടി ഇത് ചെയ്തു. അത് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റും. ജൂലൈ 19-20 തീയതികളിൽ എന്ത് സംഭവിച്ചു? സ്വർണ്ണം എവിടെ പോയി? ഇത്രേ ചോദ്യമുള്ളൂ. ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ കാണും? മിക്കവാറും കാശ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇവർ തമ്മിലുള്ള ഒത്തുകളി കാണും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി കാണും. ഇതെല്ലാം ദൈവവും അമ്പലവും പള്ളിയും ആചാരങ്ങളും ജ്യോത്സ്യവും ഇതെല്ലാം നല്ലതാണ്. ഞാനിതിലെല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ ഇതേപോലുള്ള കാട്ടുകള്ളന്മാർ, അതായത് ചെമ്പൽ കൊള്ളക്കാട്ടിലുള്ള, അല്ലെങ്കിൽ ചെമ്പൽ കൊള്ളക്കാർ നമ്മൾ കേട്ട് കാണും, പൂലൻ ദേവിയൊക്കെ കേട്ട് കാണും. ഈ ചെമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമദേവതയെ ദ്രോഹിക്കാറില്ല, അല്ലെങ്കിൽ അവരുടെ ഗ്രാമദേവതയുടെ സാധനങ്ങളുടെ പൊട്ടിക്കാറില്ല. ആ മര്യാദയും മാന്യതയും പോലും ഇവർ കാണിക്കാറില്ല. കാര്യം അവരൊക്കെ ഈ ഗ്രാമദേവത എന്നൊക്കെ പറയുന്ന വിശ്വാസങ്ങളുള്ളവരാണ്. അവർ പോലും കാണിക്കാത്ത വൃത്തികളാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വത്ത് മോട്ടിച്ചു. ആ മോട്ടിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കരുവാക്കിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ ദേവസ്വത്തിലെ പ്രമുഖരായ 6 പേരോ 5 പേരിലോ 2-3 പേരെങ്കിലും കാണും. ഇല്ലാതെ ചെമ്പ് രേഖയെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അവര് നമ്മളിപ്പം കേൾക്കുന്നവരുടെ പേര് വരാതിരിക്കട്ടെ. ഇത് കാണുന്ന ഇപ്പൊ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്, അതായത് ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള എന്തെങ്കിലും വാക്കുതർക്കത്തിലാവാം ഇതിങ്ങനെ വന്നു. അതായത് താൻ കുടിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അതും ചിലപ്പോ ഈ ഉണ്ണികൃഷ്ണൻ പറ്റിയെ പറ്റിക്കാനായിട്ട് ദേവസ്വം ബോർഡ് പറഞ്ഞു കാണും, വേറെ ഒരു സാധനം ഉണ്ട് നോക്ക് പിന്നെ തരാന്നൊക്കെ പറഞ്ഞു കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ പറഞ്ഞു കാണും. ഇല്ലെങ്കിൽ ഇയാൾ മെയിൽ അയക്കൂലല്ലോ. ഇപ്പോഴല്ലേ വിവാദമൊക്കെ ഉണ്ടായത്. കത്തയച്ചത് എന്റെ സ്വർണം പൂശിയത് ബാക്കിയുണ്ടെന്നാണ്. മറ്റേത് ഇമെയിൽ ഹൈക്കോടതിക്ക് അയച്ചു. എന്താ പറയണേ, ഓൾറെഡി സ്ട്രോങ് റൂമില് ഗോൾഡ് പ്ലേറ്റഡ് ഉണ്ട്, അത് എനിക്ക് തരണം. സംശയമാണ്, ഈ അയ്യപ്പന് വേണ്ടി നൽകിയ നമ്മുടെ ഈ ഒരു സ്വർണം അതായത് ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ട് പറ്റില്ല, ഉറപ്പായിട്ട് പറ്റില്ല. എന്തെങ്കിലും ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരുടെയും അനുമതിയോടുകൂടി, തന്ത്രിയുടെ അനുമതിയോടുകൂടി, ദേവപ്രശ്നം വല്ലതും വെച്ചിട്ട് ഏതെങ്കിലും ആൾക്കാർ കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിലിലൂടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റല്ലോ തീരുമാനിക്കേണ്ടത്. ഇതിന്റെ സീരിയസ്നെസ് എന്താ അറിയാമോ? ദേവന്റെ അച്ഛനാണ് തന്ത്രി. ഏതൊരു അമ്പലത്തിലെയും ദേവന്റെ പിതാവാണ് തന്ത്രി എന്നാണ് പറയുന്നത്. ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ ശബരിമല തന്ത്രിയുടെ വീട്ടിൽ പോലും കൊണ്ടുപോകാൻ പാടില്ല. അതായത് ഗുരുവായൂരിൽ ഈ എടുക്കുന്ന സ്വർണ്ണപ്പാളികൾ ഗുരുവായൂരിന്റെ തന്ത്രിയുടെ വീട്ടിൽ പോലും കൊണ്ടുപോകാൻ പാടില്ല. പിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. അത് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നും ചെയ്യേണ്ടതല്ല. അത് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിനോ രേഖ ഉണ്ടാക്കാനോ തുടങ്ങിയ സാധനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ലഭ്യമായ വാർത്തകളിൽ നിന്ന് അത് സ്വർണം പൂശിയതിന്റെ ബാക്കി സ്വർണം പൂശിയതിന്റെ ബാക്കി സാധനം എന്റെ ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒറിജിനൽ വിജയമല്യ നൽകിയ സ്വർണം എവിടെ? സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ചിലർ പറയുന്നു, ലണ്ടനിൽ നിന്ന് ചിലർ പറയുന്നു, എനിക്കറിയില്ല. 24 ക്യാരറ്റ് വിജയമല്യ നൽകിയത് 30.3 കിലോഗ്രാം. 30.3 കിലോഗ്രാം എന്നാണ് ഒരു കണക്ക്. ഹൈക്കോടതിയിൽ വന്നപ്പോൾ 31.2 കിലോഗ്രാം എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഏതെങ്കിലും 1-2 സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരിക്കും. എന്തായാലും 30 കിലോഗ്രാം 30 കിലോഗ്രാം സ്വർണത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വർണ്ണപ്പാളികൾ എവിടെ? അതല്ലേ ചോദ്യം. ആലോചിച്ച് നോക്കുക. അതുപോലും ശബരിമല വെച്ചാ ചെയ്തത്. അപ്പോഴാണ് ഇത് ചെന്നൈയിൽ എടുത്തുകൊണ്ട് പോകുന്നത്, ആരോരും ഇല്ലാതെ. ദൈവത്തെ ഓർത്ത് ഇപ്പോഴും മന്ത്രി അദ്ദേഹമൊക്കെ പറയുന്നത് ഇത് വീഴ്ചയാണെന്നാണ്. സാർ, വീഴ്ചയല്ല, ഇത് മിടുക്കാണ്. ആ മിടുക്ക് കള്ളത്തരത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ദേവസ്വം ബോർഡ് സമ്മതിച്ചു തരുന്നില്ലല്ലോ ഇപ്പോഴും. അല്ല, ദേവസ്വം മന്ത്രി എന്തായാലും വീഴ്ച സമ്മതിക്കുന്നുണ്ട്. ദേവസ്വം മന്ത്രി വീഴ്ച സമ്മതിക്കുന്നുണ്ട്. അവർക്കും അതിനപ്പുറം പറയാൻ കഴിയില്ല. അതാണ് ശരിക്കും വീഴ്ചയൊന്നുമല്ല, മോഷണമാണ് കട്ടു എന്നുള്ളതാണ്. ഇപ്പം ആരെങ്കിലും ഒരാളുടെ സ്വത്തടിച്ചു മാറ്റുന്നത് വീഴ്ചയാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരാളുടെ സ്വത്ത് നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി സ്വർണം കട്ടുവന്നിരിക്കട്ടെ, ആ കള്ളന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണോ നമ്മൾ പറയുന്നത്? നമ്മൾ മോഷണം നടന്നു എന്നല്ലേ പറയുന്നത്? കള്ളന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയൊന്നും ഉണ്ടായല്ലോ. കള്ളൻ മിടുക്കനാണ്. ആ മിടുക്കനായ കള്ളനെ അതിലും മിടുക്കിലൂടെ നമ്മൾ തളയ്ക്കണം, അറസ്റ്റ് ചെയ്യണം, ശിക്ഷിക്കണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്, വേറൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും സത്യം അറിയാം. എനിക്ക് ഞാൻ 2-3 ദിവസമായിട്ട് പേരുകൾ ചിലത് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റിയിൽ അല്ലാതെ വന്നാൽ എനിക്ക് പിന്നീട് കുറ്റബോധം വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയാത്തതാണ്. ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റിയിൽ ഇനി അങ്ങനെയല്ല,
ഒരു മിറക്കിൾ സംഭവിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ചെറിയ ദേവസ്വം ഉദ്യോഗസ്ഥൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒത്തുകളിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്, ദേവസ്വം ബോർഡും ദേവസ്വം കമ്മീഷനും ഒന്നും അറിയാതാണ് ചെയ്തതെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. അറിയില്ല, അങ്ങനെ ആയി വരട്ടെ. എന്തായാലും നമുക്ക് നിയമപരമായിട്ടാണ് ആരെടുത്തു, എന്തിനെടുത്തു, എങ്ങനെ എടുത്തു, ഈ 3 ചോദ്യങ്ങൾ ആരെടുത്തു, എന്തിനെടുത്തു, എങ്ങനെ എടുത്തു, എപ്പോ എടുത്തു എന്നുള്ളത് നമുക്ക് പറയാം. എപ്പം മാറ്റി, എപ്പോൾ ആ സ്വർണ്ണപ്പാളികൾ മാറ്റി, എപ്പോഴാണ് ആ സ്വർണ്ണപ്പാളികൾ എടുത്തു മാറ്റിയത്, ഈ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ചോദ്യത്തിലേക്കും പോകാൻ സമ്മതിക്കരുത്. ഇപ്പം 2-3 ദിവസങ്ങളായിട്ട് ആ ചില ചാനലുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ മറ്റേ യോഗദണ്ഡിന് എന്ത് പറ്റി, പീഠത്തിന് എന്ത് പറ്റി. ഞാൻ പറഞ്ഞു ഒന്നും നമ്മൾ ചർച്ച ചെയ്യരുത്, ചർച്ച ചെയ്താൽ ഫോക്കസ് പോകും. ഇപ്പം ചില ആൾക്കാർ വന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. 20 വർഷത്തെ കാര്യം അന്വേഷിക്കട്ടെ. എന്തിനാ 20 വർഷത്തെ കാര്യം അന്വേഷിക്കണം? 2019 മുമ്പുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ള വാദം അല്ല, 2019 മുമ്പുള്ളതല്ല, 1999 മുതൽ 2019 വരെയുള്ള കാര്യം അന്വേഷിക്കട്ടെ എന്നാ പറയണേ. എന്തിനാ അന്വേഷിക്കണേ? 2019 ജൂലൈയിൽ ഇത് എടുത്തപ്പോഴത്തെ കാര്യം അന്വേഷിച്ചാൽ പോരെ. ബാക്കിയുള്ള കാര്യം അന്വേഷിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ അറിയാമോ? പരമാവധി ടൈം ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2000 എന്ത് അന്വേഷിക്കണം? 1999 എന്ത് അന്വേഷിക്കണം? 2000 എന്ത് അന്വേഷിക്കണം? 2001 എന്ത് അന്വേഷിക്കണം? 2005 10 എന്ത് അന്വേഷിക്കണം? 2019 മാർച്ച് വരെയുള്ള വിഷ്വൽസ് നമ്മുടെ ഇരിക്കുകയല്ലേ. അതായത് 2019 മാർച്ച് 25 വരെയുള്ള വിഷ്വൽസ് നമ്മുടെ ഉണ്ട്. ഇതിന് ശേഷമുള്ള വിഷ്വൽസും പല മീഡിയയിലും കാണും. അതെല്ലാം ഇതേ സ്വർണ്ണപ്പാളികൾ തന്നെയല്ലേ. അപ്പം ജൂലൈയിൽ ഇത് അഴിച്ചെടുത്തപ്പോഴത്തെ കാര്യം അന്വേഷിച്ചാൽ പോരെ. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എല്ലാ വർഷത്തെയും കാര്യം അന്വേഷിക്കട്ടെ. വിദേശയാത്രകൾ അന്വേഷിക്കട്ടെ. എന്തിനാ വിദേശയാത്ര അന്വേഷിക്കട്ടെ? ഏതെങ്കിലും ദേവസ്വം ബോർഡ് ഏതെങ്കിലും രാജ്യത്ത് പോയി ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മൾ അന്വേഷിക്കുന്നത് എന്തിനാ? അയാൾ പോണെങ്കിൽ പോട്ടെ, നമുക്കെന്ത്. പക്ഷേ അതിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റി ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ മലേഷ്യയുടെ യാത്ര അന്വേഷിക്കണം. ഇന്ന് മലേഷ്യയിൽ ആരെങ്കിലും ആണോ ഒന്ന് മോട്ടിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് കൊണ്ട് മോട്ടിച്ചതിന് മലേഷ്യയിൽ പോയി അന്വേഷിക്കുന്നത് എന്തിനാ? കേട്ടപ്പോൾ മറ്റേ ഓർമ്മ വന്നത്, അക്കരയിൽ മോഹൻലാൽ ശ്രീനിവാസൻ കൂടെ പോൾ ബാർബറെ തിരക്കി പോകും. അപ്പോൾ ശ്രീനിവാസൻ പറയും, നമ്മൾ ഇനിയും ഈ പോൾ ബാർബർ ഫ്രാൻസിലോട്ട് പോയി എന്ന് പറയാം. അപ്പം നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ഫ്രാൻസിലോട്ട് വിടും. അതിനുശേഷം ഇറ്റലി പോയി എന്ന് പറയാം. അതിനുശേഷം ഇറ്റലിയിലോട്ട് വിടും. അങ്ങനെ ഓരോ രാജ്യങ്ങളെ നമുക്ക് ഇറങ്ങാമല്ലോ. അങ്ങനെ ദേവസ്വം പ്രസിഡന്റുമാർ ഏതൊക്കെ രാജ്യത്ത് പോയി നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? ഇതിനൊന്നുമില്ല. കാര്യം അപ്പോൾ ശ്രദ്ധ മാറ്റാനാണ്. 2019 ജൂലൈ, ആ 2019 ജൂലൈയിൽ എന്ത് സംഭവിച്ചു? ഇളക്കിയെടുത്തതാര്? അവിടുത്തെ സ്വർണം എന്ത് ചെയ്തു? ഇത്രേ ചോദ്യമുള്ളൂ, വേറെ ഒരു ചോദ്യവും ഇല്ല. വേറെ ചോദ്യത്തിലേക്ക് പോകുന്നതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയോ ഇതിനിടയിൽ സംഭവിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഫോക്കസ് ഇല്ലാതാക്കാനുമാണ്. നമ്മൾ അതിൽ പെട്ടുപോകരുത്. ഒരു കാരണവശാലും സാധാരണ വിശ്വാസികൾ അതിൽ പെട്ടുപോകരുത്. എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ. എന്നോട് മുമ്പ് അനന്തഗോവൻ സാറിനെ കുറിച്ചൊക്കെ അടക്കം ഏതോ ഒരു ചാനൽ ഒന്ന് ചോദിച്ചു, അതെന്താ അങ്ങനെ? ഞാൻ എനിക്ക് അറിഞ്ഞൂടെ സാറേ, നമുക്ക് അത് അറിയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പുള്ളി അദ്ദേഹം വളരെ മുതിർന്ന ആളാണ്. പുള്ളി എവിടെ വേണമെങ്കിൽ പോട്ട്. പുള്ളി മലേഷ്യയിൽ ആരുടെ കൂടെ പോയാൽ നമുക്ക് എന്താണ്? ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പോയാൽ തന്നെ നമുക്ക് എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. ഈ ദിവസം എന്ത് സംഭവിച്ചു? വേറെ ഒരു ചോദ്യവുമില്ല. 19/7/2019, അതായത് ജൂലൈ 19, 20 തീയതികളിൽ എന്ത് സംഭവിച്ചു? സ്വർണ്ണം എവിടെ പോയി? ഇത്രേ ചോദ്യമുള്ളൂ. അല്ലാതെ കഴിഞ്ഞ 20 ദിവസത്തെ 7000 ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു? BC 2500 എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ, അക്കാഡമിക് താല്പര്യങ്ങളുള്ള ആൾക്കാർ അന്വേഷിച്ചോട്ടെ. 2019 ജൂലൈ 19 എന്ത് സംഭവിച്ചു? അത്ര മാത്രമേ ഉള്ളൂ ചോദ്യം. ഈ പ്രശ്നത്തിന് ശേഷം ഒരുപാട് പേര് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്തായി കണ്ട വെള്ളാപ്പള്ളി നടേശൻ സമ്പന്ന ആൾക്കാരെ മനഃപൂർവ്വമായി തട്ടിപ്പ് നടത്തുകയാണ് ദേവസ്വം ബോർഡെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ അറിയോ, വെള്ളാപ്പള്ളി നടേശൻ സാറും സുകുമാരൻ നായർ സാറും NSS SNDP നായർ സമൂഹവും ഈഴവ സമൂഹവും ഹിന്ദു സമൂഹത്തിന്റെ 2 കൈകളെ പോലെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാനാണെങ്കിലും പ്രവർത്തിക്കാനാണെങ്കിലും പോരാടാനാണെങ്കിലും ആ നായർ ഈഴവ യോജിപ്പ് വേണം. അതിനെ നിങ്ങൾ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുദേവൻ യോജിപ്പെന്ന് വിളിക്കാം, ഭാരതകേസരി വന്നത്വൻ മഹാനായ ആർശങ്കർ യോജിപ്പെന്ന് വിളിക്കാം. പണ്ട് സുകുമാരൻ നായർ സാർ അല്ല, ഇപ്പൊ പണിക്കരായിട്ടെടുത്തപ്പോൾ നാരായണ പണിക്കർ വെള്ളാപ്പള്ളി നടേശൻ യോജിപ്പെന്ന് വിളിക്കാം. എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. നായർ ഈഴവ ഐക്യം എന്ന് വിളിക്കാം, ഹിന്ദു ഐക്യം എന്ന് വിളിക്കാം, ഭൂരിപക്ഷ സമുദായ ഐക്യം എന്ന് വിളിക്കാം, നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഐക്യം എന്ന് വിളിക്കാം. എന്ത് ഐക്യം എന്ത് വേണമെങ്കിൽ വിളിക്കാം. അത് മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും ആയിരുന്നാൽ മതി. ഈ വാവരില്ലെന്ന് പറയുന്ന കള്ളത്തരത്തിലേക്ക് പോകാതിരുന്നാൽ മതി. അതുകൊണ്ട് അയ്യപ്പന്റെ സുഹൃത്തായ വാവർ മുസ്ലിമാണ്, അയ്യപ്പന്റെ സുഹൃത്തായ ക്രിസ്ത്യാനി വെളുത്ത ക്രിസ്ത്യാനിയാണ്. ഈ ഐക്യത്തോടെ നമ്മുടെ നാടിന് പോകാൻ കഴിയണം. അപ്പോൾ NSS അവരുടെ നിലപാട് പറയണം, SNDP നിലപാട് പറയണം. പ്രത്യേകിച്ച് ഇലക്ഷൻ വർഷമാണ്. ഒരുപക്ഷെ ഇത് കാരണം CPM 3ാം ഭരണം പോകാൻ പോലും ചാൻസ് ഉണ്ട്. കാര്യം അയ്യപ്പന്റെ സ്വത്തെടുത്തവർക്ക് ആ രീതിയിൽ ഒരു തിരിച്ചടി കൊടുക്കാൻ ജനങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിച്ചേക്കാം. 2 CPM എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണെന്ന് അഭിപ്രായമില്ല. ഇപ്പം പിണറായി വിജയനൊന്നും അറിഞ്ഞ പോലും കാണില്ല. ഇതിപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ അറിയാനാണ്? മുഖ്യമന്ത്രി വേറൊരിക്കുന്ന മുഖ്യമന്ത്രി അവിടെ ആരെങ്കിലും വോട്ടിക്കുകയാണെങ്കിൽ അവിടെ അറിയാനെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന തന്ത്രിക്കോ ബാക്കിയുള്ളവർക്ക് പോലും അറിയാൻ പറ്റൂല.
ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ നമ്മളോട് പറയുകയാണ് കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്, നമ്മുടെ വീടിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ നമ്മുടെ അറ്റകുറ്റപ്പണികളുണ്ട്, ആ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഒരു സാധനം എടുത്തുകൊണ്ട് പോകുന്നു, നമ്മൾ ആ വർക്കറിനെയോ അവിടെ പണി ഏൽപ്പിച്ചവരോ വിശ്വസിക്കുകയല്ലേ ചെയ്യുള്ളൂ. ആരെങ്കിലും ചിന്തിക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു 3-4 ദിവസത്തിന് മുമ്പ് വരെ ആരെങ്കിലും ചിന്തിച്ചോ യഥാർത്ഥത്തിൽ ഒരു മോഷണം നടന്നു എന്ന്? ഇതുവരെ പ്രൊസീജിയർ വീഴ്ച പറ്റി, എന്തുകൊണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥൻ അക്കമ്പനി ചെയ്തില്ല? ഇതുപോലത്തുള്ള ചോദ്യങ്ങളാണല്ലോ നമ്മൾ പ്രധാനമായിട്ട് വന്നത്. ഞാൻ തന്നെ എൻ്റെ ഈ പുസ്തകത്തിൽ എടുത്ത് നോക്കി അറിയാം, ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ ഇത് സംഭവിച്ച ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ സംഭവിച്ചോ എന്നൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്തോന്ന് ചെയിൻ ഓഫ് കസ്റ്റഡി? പച്ചയ്ക്ക് മോട്ടിക്കാൻ നിൽക്കുന്നവർ എന്ത് ചെയിൻ ഓഫ് കസ്റ്റഡിയാണ്? ദേവസ്വം മോട്ടിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇനി മോട്ടിച്ചു എന്ന വാക്ക് കുറച്ച് ലെവൽ കുറഞ്ഞു പോയെങ്കിൽ കളവ് നടന്നു, അപഹരണം നടന്നു, എന്ത് വേണമെങ്കിൽ എന്ത് ഭംഗിയുള്ള സംസ്കൃത ഭാഷ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ മോഷണം നടന്നു എന്നുള്ളതാണ്, കട്ടെടുത്തു എന്നുള്ളതാണ് സത്യം. അതെ, വിശ്വാസികളെ മണ്ടന്മാരാക്കുന്ന വിശ്വാസികൾ നമ്മളെ എല്ലാ രക്ഷയും. അത് 2019 പ്രക്ഷോഭം നടക്കുന്ന കാലം കൂടിയാണ്. അതായത് 2018 സെപ്റ്റംബർ 28 വിധി വരുന്നത്. 2019 നവംബർ 14 ആത്യന്തികമായി സുപ്രീം കോടതി അത് പിൻവലിക്കുന്നത്. ചെറുതും വലുതുമായ പല പ്രക്ഷോഭങ്ങൾ നടന്ന സമയമാണ്. നമ്മളെല്ലാം തെരുവിൽ അടികൊള്ളുകയാണ്, അല്ലെങ്കിൽ ജയിലുകൾ കയറി ഇറങ്ങുകയാണ്, കോടതികൾ കയറി ഇറങ്ങുകയാണ്. ആ സമയത്ത് ഞങ്ങൾ സുപ്രീം കോടതിയിൽ വാദിക്കാൻ വേണ്ടി പരമാവധി ഫണ്ട് സ്വരൂപിക്കുകയാണ്. ആ സമയത്താണ് ഈ ദേവസ്വം ബോർഡിലെ ആൾക്കാർ സ്വന്തം ലാഭത്തിന് വേണ്ടി, മോഷണത്തിന് വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടി ഇത് ചെയ്തത്. അത് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റില്ല. ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കരുവാക്കി ഏറ്റവും മിനിമം 2-3 പേരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇല്ലാതെ സംഭവിക്കില്ല. ആ ദേവസ്വം ബോർഡിന്റെ മീറ്റിംഗിലിരുന്ന 5-6 പേരുണ്ട്. ആ 5-6 പേരിൽ മിനിമം ഒരു 3 പേരെങ്കിലും അറിയാതെ ഈ സാധനം നടക്കില്ല. ആ 3 പേര്, ചിലപ്പോൾ 6 പേര് പറഞ്ഞു കാണും കേട്ടോ, അറിയില്ല. ചിലപ്പോൾ 6 പേര് അറിഞ്ഞു കാണും. അതിൽ ഒരാൾ മാത്രം അറിഞ്ഞ് നടക്കാനുള്ള ചാൻസ് കുറവാണ്. വേറൊന്നും കൊണ്ടല്ല, ചെമ്പെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കൂലേ ചെമ്പെന്ന്? അതെന്താ, ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കൂലേ? അപ്പോൾ 2-3 പേര് അറിഞ്ഞ് കൂട്ടുകച്ചവടം നടത്തി കമ്മീഷൻ എടുത്ത് അതിൻ്റെ കാശെടുത്താണ് ഇത് ചെയ്തത്. അതിൽ അതിശക്തമായ രീതിയിൽ ആക്ഷൻ വേണം. ഇതിന് മുമ്പ് ഒരുപക്ഷെ ഓർമ്മയാണ്, താങ്കൾക്കുണ്ടോ അറിയില്ല, ഒരു 2016-17 കാലഘട്ടങ്ങളിൽ ജയമാല എന്നൊരു സ്ത്രീ ശബരിമലയിൽ കയറി എന്ന് പറഞ്ഞൊരു വലിയ വിവാദം ഉണ്ടായി. അന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ദേവപ്രശ്നം പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ ഒരാളെ നടത്തി. ഞങ്ങളൊക്കെ ഇടപെട്ടാണ് അത് പൊളിച്ചത്. ഇയാള് ശബരിമല അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ. ചിലപ്പോൾ ആയിരിക്കും നമുക്ക് കയറി ശബരിമല ദേവപ്രശ്നം വെച്ചാലല്ലേ അറിയാൻ പറ്റൂ. പക്ഷേ എന്നിട്ട് പുള്ളി അടുത്ത് പറയുകയാണ്, ആ കരച്ചിലിന് പരിഹാരം ഒരു റോപ്പ് വേ ആണ്. അതും ശരിയായിരിക്കും, നമുക്ക് അറിഞ്ഞൂടല്ലോ. റോപ്പ് വേ ചെയ്യാൻ ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ടും നടന്ന കാര്യം. ശബരിമല അയ്യപ്പന് കഴുതകളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ഒരു റോപ്പ് വേണം. കഴുതകളുടെ പുറത്ത് സാധനങ്ങൾ വെച്ചാണ് വരുന്നത്. അത് നമ്മൾ സത്യമായിരിക്കും. പിന്നെ അയ്യപ്പനും മൃഗങ്ങളുടെയും എല്ലാവരുടെയും ദൈവമല്ലേ, അപ്പം എല്ലാവരുടെയും കരച്ചിലും വേദന അറിയുന്നവരല്ലേ. ഒരു റോപ്പ് വേണം. റോപ്പ് വേ ചെയ്യാൻ ഞാൻ ആളെയും കൊണ്ടുവന്നിട്ടുണ്ട്. 90-100 കോടി രൂപയുടെ ഒരു അടിച്ചുമാറ്റൽ പരിപാടിയായിരുന്നു പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അന്നത്തെ തന്ത്രി കണ്ടൊരു മഹേശ്വരൻ, മുത്തശ്ശനൊക്കെ ശക്തമായി എണീച്ചു നിന്നതിനെ എതിർത്തു. ഞങ്ങളടക്കം മാധ്യമങ്ങളിലേക്ക് കൊണ്ട് ദേവസ്വ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും അറിഞ്ഞിരിക്കണം. ഈ ജയമാല എന്ന് പറഞ്ഞ കന്നഡ നടിയുടെ വീട്ടിൽ ഇയാൾ ദേവപ്രശ്നം വെക്കാൻ പോയി. എനിക്ക് ഈ ദേവപ്രശ്നം ചോദിച്ചൊക്കെ വലിയ വിശ്വാസമാണ്. ഇതിൽ തട്ടിപ്പുകാരുണ്ട്. ഡോക്ടർമാരിൽ വ്യാജ ഡോക്ടർമാരുള്ളതുപോലെ ഇതിൽ ഒരുപാട് തട്ടിപ്പുകാരുണ്ട്. ഇയാൾ കന്നഡ നടി ജയമാലയുടെ വീട്ടിൽ ചെന്നപ്പോൾ ജയമാല ഇയാളോട് പറഞ്ഞു, ഞാൻ ശബരിമലയ്ക്കുള്ളിൽ കടന്ന് അയ്യപ്പൻ്റെ വിഗ്രഹം തൊട്ടു എന്ന്. ഒരിക്കലെങ്കിലും ഏതെങ്കിലും അമ്പലത്തിൽ പോയവർക്കറിയാൻ നടക്കൂല. അതായത് ശ്രദ്ധിച്ച് കാണാം, നമ്മുടെ അമ്പലങ്ങളിൽ പോകുമ്പോൾ വേറൊരു അമ്പലത്തിലെ തന്ത്രി വന്നാൽ പോലും അകത്ത് കയറ്റൂല. അതായത് ശബരിമല ക്ഷേത്രത്തിനുള്ളിൽ സാക്ഷാൽ ഗുരുവായൂർ തന്ത്രി വന്ന് അകത്ത് കയറ്റൂല. ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ സാക്ഷാൽ ശബരിമല തന്ത്രി വന്ന് അകത്ത് കയറ്റൂല. ശബരിമലയിലോ ഗുരുവായൂരിലോ അല്ലെങ്കിൽ തിരുപ്പതിയിലോ അമ്പലങ്ങൾക്കുള്ളിൽ ഏതൊരു മഹാക്ഷേത്രത്തിന്റെ തന്ത്രി വന്നാൽ പോലും അകത്ത് കയറ്റൂല. കാര്യം അത് അവരുടേതായ വേറൊരു എക്കോസിസ്റ്റമാണ്. അപ്പോഴാണ് സ്ത്രീയായ യുവതിയായ ഈ വ്യക്തി ശബരിമല ശ്രീകോവിലിനുള്ളിൽ പോയി അയ്യപ്പനെ തൊട്ടു എന്ന് പറയുന്നത്. അത് പക്ഷെ അവരങ്ങനെ ജെനുവിൻലി വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അവരോട് പിന്നീട് സംസാരിച്ചു. ഞാൻ പരമാവധി അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അവരങ്ങനെ ജെനുവിൻലി വിശ്വസിക്കുകയാണ്, അവരങ്ങനെ തൊട്ടു എന്ന്. ഇത് ഉണ്ണികൃഷ്ണ പണിക്കരോട് പറഞ്ഞു. അപ്പോൾ അതൊരു ഉണ്ണികൃഷ്ണനായിരുന്നു. ഉണ്ണികൃഷ്ണ പണിക്കരോട് പറഞ്ഞു. ഉണ്ണികൃഷ്ണ പണിക്കർ തിരിച്ച് ശബരിമല വന്ന് കവടിയെല്ലാം വെച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു സ്ത്രീ സാന്നിധ്യം ഞാൻ കാണുന്നു. ഇവിടെ ഒരു നടന്ന കാര്യമാണ്, ഇവിടെ ഒരു യുവതി സാന്നിധ്യം ഞാൻ കാണുന്നു. അപ്പം ആൾക്കാരെല്ലാം ഞെട്ടി, എങ്ങനെയാണ് ശബരിമല യുവതി സാന്നിധ്യം വരുന്നത്? എന്നിട്ട് അന്നത്തെ ദേവസ്വം ഒത്തുകളിച്ച ഓഫീസർ ഉണ്ണികൃഷ്ണ പണിക്കരും അവരും കൂടെ ഒത്തുകളിക്കുകയായിരുന്നു. ഇയാള് ജയമാലയ്ക്ക് അങ്ങോട്ട് ഫോൺ വിളിച്ചു. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ശബരിമലയ്ക്കൊരു ഫാക്സ് അയക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്തോളാം. അതായത് ചെയ്ത തെറ്റാണല്ലോ, ആചാര ലംഘനമാണല്ലോ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രായശ്ചിത്തം ചെയ്തോളാം. അപ്പോൾ അവരടുത്ത ദിവസം ഫാക്സ് അയക്കുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം ഞെട്ടി. കാര്യം നമ്മൾ അറിയുന്നില്ലല്ലോ, ഇടയ്ക്ക് ദിവസം അവരെ വിളിച്ചു പറയുകയാണ്. നമ്മൾ വിചാരിച്ചു വലിയ രീതിയിൽ വാർത്തകൾ വന്നു. 20 വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യം, ഉണ്ണികൃഷ്ണ പണിക്കരെ കവടി നിരത്തി കണ്ടുപിടിച്ചു, ജയമാല ഫാക്സ് അയക്കുന്നു, പ്രശ്നങ്ങളാവും.
പിന്നീട് അന്വേഷിച്ച് വന്നപ്പോൾ അല്ലേ ഇയാളുടെ കള്ളത്തരമാണ് ഇത് മുഴുവൻ. ഈ ദേവപ്രശ്നം ഇതിനെല്ലാം എങ്ങനെങ്കിലും സാധൂകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ കോൺട്രവേഴ്ഷ്യൽ ദേവപ്രശ്നത്തിന് ഒരു വിശ്വാസ്യത കിട്ടാനും ഒരു ഫോഴ്സ് കിട്ടാനും വേണ്ടി അങ്ങേര് അറിഞ്ഞൊരു ഇൻഫർമേഷനെ മാനിപ്പുലേറ്റ് ചെയ്തതാണ്.